ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ പുതിയ മീനെ വാങ്ങി. ബ്രീഡിങ്ങിന് വേണ്ടി പുതിയ മീനെ മേടിച്ചാണ്. വില കൂടിയ മീനുകളാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. അപ്പം അത് ഇന്നാണ് നമുക്ക് കൊറിയർ കിട്ടിയത്. നമുക്കപ്പോൾ ബോക്സ് പൊട്ടിച്ച് ഞാനൊന്ന് മുകൾ വശം പൊട്ടിച്ച് 2 പാക്കറ്റ് നോക്കിയുള്ളൂ. വലിയ ഡാമേജ് കണ്ടില്ല. ഇനി അടിയിലോട്ടുള്ള ബാക്കി കവറുകളൂടെ നമുക്ക് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്തൊക്കെയാണ് അയച്ചിരിക്കുന്നത്. കാര്യമായ ലീക്കേജ് ഒന്നും വന്നിട്ടില്ല. നമ്മൾ മേടിച്ചിരിക്കുന്നത് ഡംബോ ഇയർ പ്ലക്കാർഡ് ടൈപ്പ് മീനുകളെയാണ് മേടിച്ചിരിക്കുന്നത്. ഒന്നിതാണ്. നമ്മൾ ഇതിനെ ഇടാൻ പോകുന്നു ഈ ടാങ്കുകളിലോട്ടാണ്. ഇത് രണ്ടാമത്തെ മീൻ നിമോ ക്യാൻഡി ആണ് മേടിച്ചിരിക്കുന്നത്, റെഡ് പ്ലക്കാർഡ്. അടുത്ത മീന് ഇത് ബ്ലൂ സാമുറായി ആണ്. ഇത് നിമോ ക്യാൻഡിയുടെ തന്നെ അടുത്ത പെയറാണ്. നമ്മൾ കൺഫേം പെയർ മീനുകളെയാണ് വാങ്ങിയിരിക്കുന്നത്. ഇത് പ്ലക്കാർഡ് തന്നെയാണ്. ഇത് സലമാൻഡർ പ്ലക്കാർഡ് ഡംബോ ഇയർ ആണ്. ഇതെല്ലാം എഗ്ഗുള്ള ടൈപ്പാണ്. കൺഫേം പെയറിനെയാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. ഇത് ബ്ലൂ സാമുറായിയുടെ ഫീമെയിലാണ്. ഇത് യെല്ലോ, ഇത് പൈനാപ്പിളാണ്. പൈനാപ്പിൾ ഡംബോ ഇയർ പ്ലക്കാർഡാണിത്. ഇത് ഡംബോ ഇയർ ആണ്, പ്ലക്കാർഡ്. അപ്പോൾ നമ്മൾ എല്ലാത്തിനെയും എടുത്ത് നമ്മുടെ മീനുകൾ ഇന്ന് വന്നത് ഒരെണ്ണം പോലും ഡാമേജ് ഒന്നുമില്ല. നല്ല കറക്റ്റ് ആയിരുന്നു എല്ലാത്തിനെയും നമ്മൾ ഈ കവറിനകത്ത് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന മീനുകളെല്ലാം നമ്മൾ കവറ് നമ്മുടെ ടാങ്കിലോട്ട് തൽക്കാലം ഇട്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ടാങ്കുകളിലെല്ലാം കിടക്കുന്നത് പ്ലാറ്റിയാണ്. റെഡ് പ്ലാറ്റി ഉണ്ട്, വൈറ്റ് പ്ലാറ്റി ഉണ്ട്. കണ്ടോ, ഇത് വൈറ്റ് പ്ലാറ്റിയാണ്. ഇതെല്ലാം ബ്രീഡായി ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളാണ് കിടക്കുന്നത്. പെറ്റുപെരുകി കിടക്കുവാണ് നമ്മുടെ ടാങ്കുകളിലെല്ലാം. അപ്പോൾ നമ്മൾ തൽക്കാലം ഇതിനെയെല്ലാം പൊട്ടിച്ചിട്ട് കവറ് പൊട്ടിച്ച് നമ്മൾ ഇതിനകത്തോട്ട് തന്നെയാണ് ഇറക്കി വിടാൻ പോകുന്നത്. ഞാൻ പ്രത്യേകം നമ്മളെ ബോട്ടിലോ ഒന്നുമല്ല ഇതിനെ ഇടാൻ പോകുന്നത്. ഈ ടാങ്കിലോട്ട് ഓരോ ജോഡിയെ കറക്റ്റായിട്ട് ഓരോന്ന് വെച്ച് ഒരു ടാങ്കിൽ ഒന്ന് വെച്ചാണ് ഇറക്കി വിടാൻ പോകുന്നത്. അങ്ങനെ ഇത് മൊത്തം നമുക്ക് 8 എണ്ണം ഉണ്ട്. 4 പെയറിനെയാണ് നമ്മൾ മൊത്തം വാങ്ങിയത്. ആ 4 പെയറിനെയും നമ്മൾ ഇവിടെ 8 ടാങ്കിലായിട്ട് ഇറക്കി വിടാൻ പോവുകയാണ്. ഈ 8 ടാങ്കിലായിട്ട് ഇറക്കി വിടുന്നതിൻ്റെ കാര്യം, ഈ ടാങ്കുകളിലെല്ലാം ഇഷ്ടംപോലെ മീനിൻ്റെ കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട്. അപ്പം ഇവന്മാർക്ക് നമ്മൾ പ്രത്യേകം ലൈവ് ഫുഡ് കൊടുത്തില്ലെങ്കിലും ഈ കിടക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ അവന്മാർ തിന്നോളും. നമ്മൾ കണ്ടീഷൻ പ്രത്യേകം ചെയ്യേണ്ട കാര്യമില്ല. കൊതുക് കുത്താടിയും മറ്റും കൊടുത്ത് നമ്മൾ ബ്രീഡിങ്ങിന് വേണ്ടി പ്രത്യേകം കണ്ടീഷൻ ചെയ്യാതെ തന്നെ ഇതിനകത്ത് കിടന്ന് ഇതുങ്ങളുടെ കൂടെ ഓടി നടന്ന് ആ തീറ്റയും തിന്ന് ഈ കുഞ്ഞുങ്ങളെയൊക്കെ തിന്ന് തന്നെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്തോട്ട് ഇറക്കി വിടാൻ പോകുന്നത്. അതിനുശേഷം ബ്രീഡിങ്ങിൻ്റെ ആ സമയത്ത് നമ്മൾ പിടിച്ച് നമ്മൾ പ്രത്യേകം മാറ്റിയിട്ടാൽ മാത്രം മതി. വേണമെങ്കിൽ അന്നേരം 1-2 ദിവസം വേണമെങ്കിൽ കണ്ടീഷൻ ചെയ്യണമെന്നുള്ളവർക്ക് അങ്ങനെയും കണ്ടീഷൻ ചെയ്യാം. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ ഡയറക്റ്റ് ഇതിനകത്ത് തന്നെ ഇറക്കി വിട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് എടുത്ത് ബ്രീഡിങ്ങിന് ഇടുകയാണ് ചെയ്യുന്നത്. പ്രത്യേകം ഓർക്കണം, നമ്മൾ കൺഫേം പെയർ ഒരു പ്രാവശ്യം ബ്രീഡായ മീനെ തന്നെയാണ് നോക്കി വാങ്ങിയത്. ഞാൻ മീനെ എല്ലാം സെപ്പറേറ്റ് ആക്കി. നമുക്കിനി ഒന്നുകൂടെ നോക്കാം. ഇത് നിമോ ക്യാൻഡി റെഡ്, അതാണ് ഈ കിടക്കുന്നത്. ഉണ്ടോ? നിമോ ക്യാൻഡിയുടെ റെഡ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. മെയിലും ഫീമെയിലുമാണ് ഈ കിടക്കുന്നത്. അടുത്ത മീൻ നമുക്ക് നോക്കാം. ഇത് ബ്ലൂ സാമുറായി ആണ്, പ്ലക്കാർഡ്. ഇത് ഡംബോ ഇയർ അല്ല. അടുത്ത നമ്മുടെ
സൽമാൻഡർ പ്ലക്കാർഡ് എന്ന് പറയും, ഡംബോ ഇയർ. അതാണ് കിടക്കുന്നത്. അതിൻ്റെ മെയിലും ഫീമെയിലുമാണ് ഈ കാണുന്നത്. മെയിലും ഫീമെയിലും നല്ല വലിയ ചെവിയാണ്. ഇവന്മാർ ടാങ്കിൽ കിടക്കുന്ന കാണാൻ തന്നെ ഒരു രസമാണ്. ഇതെല്ലാം വില കൂടിയ മീനുകളാണ്. ഇതാണ് നമ്മുടെ പൈനാപ്പിൾ പ്ലക്കാർഡ്, പൈനാപ്പിൾ ഡംബോ ഇയർ പ്ലക്കാർഡ്. അങ്ങനെ മൊത്തം നമ്മൾ ഇന്ന് വാങ്ങിയത് 4 ജോഡി മീനുകളെയാണ്. ഇനി നമ്മൾ ഇതിൻ്റെ ബ്രീഡിംഗ് ഒക്കെയാണ് ചെയ്യാൻ പോകുന്നത്. ചുമ്മാ രസത്തിന് ഞാൻ ഒരു വെറൈറ്റി ചെയ്യാമെന്ന് വിചാരിച്ചു. സാധാരണ നേരത്തെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധാ ടൈപ്പ് ഫുൾ മൂണ്, ഹാഫ് മൂണ്, ആ ടൈപ്പ് നമ്മൾ ബീറ്റ ഫിഷിനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനെ മാറ്റിയിട്ടാണ് ഞാനിപ്പം, അതെൻ്റെ ഒരു ജോഡി കിടപ്പുണ്ട്, അത് മാറ്റിയിട്ടാണ് ഞാൻ ഈ പ്ലക്കാർഡ് ടൈപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതൊക്കെ നല്ല ഡിമാൻഡുള്ള ടൈപ്പാണ്. കുഞ്ഞുങ്ങൾ ഓവറായിട്ട് കുഞ്ഞുങ്ങളെയൊന്നും കിട്ടത്തില്ല. നമ്മുടെ കയ്യിൽ മൊയിന മാത്രമേ ഉള്ളൂ, ആർട്ടിമി ഇല്ല. മൊയിന വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ഇതിനെയൊക്കെ ബ്രീഡ് ചെയ്യിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ബ്രീഡിങ് വീഡിയോ ഞാൻ പിന്നെ ചെയ്യുന്ന സമയത്ത് വേറെ ഇടാം. ഇനി ഇതിനെ ഓരോന്നിനെയായിട്ട് നമ്മൾ ഇതിനകത്തോട്ട് അഴിച്ചു വിടണം. നമ്മൾ കവറെല്ലാം തുറന്നു. ഇനി ഇതിനെ നേരെ നമ്മൾ ഇതിനകത്തോട്ട് ഇറക്കി അങ്ങ് വിടുകയാണ്. നമ്മളിത് ബദാൻ ലീഫ് ഇട്ട് വെച്ച വെള്ളമോ അങ്ങനെയൊന്നുമല്ല, നമ്മൾ ഓൾറെഡി പ്ലാറ്റിയൊക്കെ കിടക്കുന്ന ടാങ്കാണ്. അതിനകത്തോട്ട് നേരെ അങ്ങ് ഇറക്കി വിടുക. കൂടുതൽ പരിപാടിയൊന്നുമില്ല. പ്രത്യേകം ബോട്ടിലിനകത്തോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ നേരെ അതിനെ അങ്ങ് ഇറക്കി വിടുക. കാരണം അത് നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് ഇതിലിപ്പോൾ കൊണ്ടുവന്ന് 2 ദിവസം പാക്കറ്റ് ചെയ്ത് ഇതിനകത്തിരുന്ന് സ്ട്രെസ്സൊക്കെ ആയി മീനൊരു പരുവായിരിക്കും. അപ്പോൾ അതിനൊരു നല്ലൊരു ഇത് കിട്ടാൻ വേണ്ടി, ആരോഗ്യം കിട്ടാനും നല്ലൊരു പുതിയൊരു വലിയ ടാങ്കിൽ ഇറക്കി വിട്ടാൽ അത് കൂടുതലായിട്ട് അതിന് ഹെൽത്തി ആയിട്ടിരിക്കും. ഒരു ചെറിയ ടാങ്കിലോട്ട്, ഒരു ചെറിയ ഇതിനകത്തോട്ട് ഇറക്കി വിട്ടാൽ വീണ്ടും അത് അതിന് ബുദ്ധിമുട്ടേ അനുഭവപ്പെടത്തുള്ളൂ. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് അതിനെ ഒരു വലിയ ടാങ്കിൽ തന്നെ ഇറക്കി വിടുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെല്ലാം ഇറക്കി വിട്ടു. അടുത്തതിനെ ഇറക്കി വിടുകയാണ്. നമ്മൾ 1-2 എണ്ണത്തിനെ ഒരുമിച്ച് തന്നെ ഇറക്കി വിടുകയാണ്. കാരണം അത്ര വലിയ ടാങ്ക് ആയതുകൊണ്ടും മറ്റു മീനുകളുടെ കൂട്ടത്തിൽ കിടക്കുന്നതുകൊണ്ടും അതുങ്ങൾ തമ്മിൽ കൊത്തുണ്ടാക്കുകയോ ചാടിക്കയറി ബ്രീഡാകുകയോ ഒന്നും ചെയ്യത്തില്ല. ഇതിനകത്ത് പിന്നെ ആവശ്യത്തിൽ കൂടുതൽ പ്ലാന്റ്സും എല്ലാം ഉണ്ട്. ഇന്നിപ്പോൾ വൈകുന്നേരം ആയ സ്ഥിതിക്ക് 1-2 എണ്ണത്തിന് ഒരുമിച്ചാണ് ഞാൻ ഇറക്കി വിടുന്നത്. അപ്പുറത്തോട്ടുള്ള വലിയ മീൻപെട്ടിക്കകത്ത് ഇറക്കി വിടാൻ ഞാൻ കാര്യം അതിനകത്ത് അങ്ങോട്ട് എപ്പോഴും ശ്രദ്ധ ചെല്ലത്തില്ല. അപ്പോൾ ഈ തൊട്ട് മുന്നിലത്തെ ടാങ്ക് ആകുമ്പോൾ എപ്പോഴും ഞാൻ ശ്രദ്ധിക്കും. എന്നും എപ്പോഴും താന്നിരിക്കുന്നതുകൊണ്ട് എപ്പോഴും ഇതിനകത്തൊരു നോട്ടം വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെല്ലാം ഇതിനകത്തോട്ട് ഇറക്കി വിട്ടത്. ഇപ്പോൾ ഓൾറെഡി ഇതിനകത്തൊക്കെ തീറ്റി കിടപ്പുണ്ട്. ഇതിനകത്ത് പ്ലാന്റ്സ് ഉണ്ട്, പായലുണ്ട്, ആൽഗകളൊക്കെ ഉണ്ട്. അതെല്ലാം ഉള്ളതുകൊണ്ട് ഈ മീനുകൾക്ക് അതൊക്കെ തിന്ന് നല്ലപോലെ ഹെൽത്തി ആയിട്ടിരിക്കാൻ സാധിക്കും. അപ്പോൾ അതിനുശേഷം നമ്മൾ ഒരാഴ്ചത്തെ ഇതിൻ്റെ ആരോഗ്യത്തിൻ്റെ സ്ഥിതിയും ഇതിന് എത്രമാത്രം എഗ്ഗ് ആയെന്നും ഒക്കെ നോക്കിയിട്ട് നമ്മൾ ബ്രീഡിങ്ങിനായിട്ട് ഇടുന്നുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോസൊക്കെ ഇതിൻ്റെ ബ്രീഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ഇടുക. അതുകൊണ്ട് ഒരുത്തൻ മേളിൽ പൊങ്ങി വന്ന് നിൽക്കും. നമ്മൾ അഴിച്ചു വിട്ടാൽ കാണാണ്ട വന്ന് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനകത്ത് ഡംബോ ഒരു പ്ലക്കാർഡ് പൊങ്ങി നിൽപ്പുണ്ട്. കണ്ട അതിനെ കാണാൻ തന്നെ എന്തോ ഭംഗിയാന്ന് നോക്കി. അവൻ ഇങ്ങനെ മോളെ നിൽക്കുന്നത് കാണാൻ ഇരുട്ടായതുകൊണ്ട് കാണാവോ. നമ്മളിപ്പോൾ ഇറക്കി വിട്ട ഒരുത്തനാണ് പ്ലക്കാർഡ്, ഒരു ഡംബോ ഇയർ. അവനിങ്ങനെ പൊങ്ങി നിൽക്കുകയാണ് പുതിയ വെള്ളത്തിൽ വേണ്ടിയിട്ട് പുതിയ ടാങ്കിൽ. മറ്റവന്മാരെല്ലാം പോയി. അതിനകത്തോണ്ട് ഒരുത്തം അടി വന്ന് പൊങ്ങി വരുന്നു. മൊത്തം പ്ലാറ്റി കിടക്കുന്നത്. പ്ലാറ്റിയുടെ കൂട്ടത്തിലാണ് അവൻ ഓടി കിടക്കുന്നത്. കണ്ടോ അതിൻ്റെ അതിനെ നമുക്ക് കാണാൻ തന്നെ നല്ല രസം. അടുത്ത ടാങ്കിൽ നോക്കി, ഇതിനകത്ത് നോക്കി, അതിനകത്ത് മൊത്തം ഗപ്പിയാണ്. നമ്മുടെ പർപ്പിൾ മൊസൈക്ക് ഗപ്പിയാണ് ഈ ടാങ്കിൽ മൊത്തം കിടക്കുന്നത്. കണ്ടോ കുഞ്ഞുങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് മീൻ ഇഷ്ടം പോലെ തീറ്റയുണ്ട്. ഇത് മൊത്തം പ്ലാറ്റിയാണ്, നിറച്ച് കുഞ്ഞുങ്ങൾ ഉണ്ടോ, ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളാണ് പ്ലാറ്റി. അതുകൊണ്ട് അതിന് തീറ്റ നല്ലപോലെ ഉണ്ട്. നമ്മൾ പ്രത്യേകിച്ച് ഇനി ലൈവ് ഫുഡൊന്നും കൊടുക്കണ്ട. അപ്പം ബാക്കി വീഡിയോസ് നമ്മൾ അടുത്ത ദിവസങ്ങളിലൊക്കെ ഇതിൻ്റെ അപ്ഡേഷൻസ് ഒക്കെ ഇടുന്നതായിരിക്കും.
അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണുക, സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.